രണ്ടാമത് നിങ്ങൾക്ക് തന്നേച്ചു പോകുന്ന കാര്യം എന്താണ്? വൈതുറത്തി, എന്റെ കുടുംബമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതിയും പൊരുത്തവും കിട്ടാനുള്ള മാർഗം അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരം കവർന്ന് ചുംബിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അതിനുള്ള ഒരു ആശ്വാസമാണ് അഹ്ലുൽ ബൈത്തിന്റെ തിരുകരങ്ങൾ ഇവിടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശോഭയാർന്ന മുഖത്തേക്ക് നോക്കാൻ നമുക്ക് അവസരമുണ്ടായില്ല. അവിടുത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവിടുത്തെ രക്തം സിരയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സാദാത്യങ്ങളുടെ പൂമുഖങ്ങളുണ്ടിവിടെ. അത് നമുക്ക് കാണാനുള്ള ശോഭയാണ്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിലും യഖ്ദത്തിലുമായി ഒരുപാട് തവണ കാണുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ റഹ്മാനേ. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുംബിക്കാൻ അവസരം കിട്ടാത്ത നമുക്ക് ചുംബിക്കാൻ കരങ്ങളുണ്ടിവിടെ. കാണാൻ കഴിയാതിരുന്ന നമുക്ക് കാണാനുള്ള തിരുമുഖങ്ങളുണ്ടിവിടെ. സാമീപ്യം ലഭിക്കാത്തവർക്ക് സാമീപ്യം ലഭിക്കാനുള്ള വഴിയുണ്ടിവിടെ. അതാണ് അഹ്ലുൽ ബൈത്ത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് അതിനു വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ ഇഷ്ടം വെക്കണം. ആ മക്കളോട് സ്നേഹം വേണം. ഹബീബിലേക്ക് ചേരാനുള്ള വഴിയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെടുന്നവരോട് മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമാണ്. ഹസനൈനിയെ ഇഷ്ടപ്പെടുന്നവരോട് റളിയല്ലാഹു അൻഹുമാ അവരെ ഇഷ്ടപ്പെടുന്നവരോട് മുത്തുനബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ അവിടുത്തെ പേരമക്കളായ ഹസനിയും ഹുസൈനിയുമായ സാദാത്തുക്കളാണ് ഇവിടെയുള്ള സയ്യിദന്മാരെല്ലാം. അവരെല്ലാം ഉള്ളറിഞ്ഞൊന്ന് സ്നേഹിക്കണം. ആ സ്നേഹം നമുക്ക് എത്തിച്ചേരാനുള്ളത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള അടുപ്പമാണ്. ബഹുമാനപ്പെട്ട സൈനി ദഹ്ലാൻ തങ്ങൾ അതാ മക്കയിൽ ജീവിച്ചിരുന്ന വലിയ ആലിമാണ്, വലിയ മുഫ്തിയാണ്. മഹാനവറുകൾ എപ്പോൾ മദീനയിലേക്ക് പോയാലും ഒരു സയ്യിദിനെ കയ്യിൽ പിടിക്കും. എന്തിനാണ്? ഞങ്ങൾക്ക് മദീനത്ത് ചെല്ലുമ്പോൾ ഞങ്ങളെ പരിഗണിക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഇത് ജിഅ്തു ത്വയ്ബത റൗമ സൗറത ഖബ്രി വഗമീതു മദ്ഹൂശം ബിഹൈബതി ഖദ്രിഹി. ഉമറുൽ ഖാദി തങ്ങൾ പറഞ്ഞതുപോലെ മദീനയുടെ പ്രൗഢി കാണുമ്പോഴേക്ക് പരിഭ്രമിച്ച് വീണുപോവുകയാണ്. ഞങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല. എന്തൊരു ലോകമാണ് മദീന! ഹബീബായ തങ്ങൾ ഉമ്മ വച്ചുറങ്ങുന്ന പുണ്യഭൂമിയാണ്. അവിടെ കാലുവെക്കാൻ നമുക്ക് അർഹതയില്ല. പക്ഷേ നമുക്ക് വേറെ നിർവാഹമില്ല. അതല്ലേ അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറഞ്ഞത്, ഹാജിയോ ഹാജിയോ ഹാജിയോ, അല്ലയോ ഹാജിമാരെ, ഹറം കീ ജമീനോർ ഖദം രഖ് കെ ചൽനാ. ഇത് ഹറമിന്റെ ഭൂമിയാണ്. നിങ്ങൾ തലവെച്ച് കാലുവെച്ച് നടക്കുകയാണോ? ഹറം കീ ജമീനോർ ഖദം രഖ് കെ ചൽനാ. അരേ ശർ കാ മൗഖഅ ഓ ജാനെ വാലേ,
അല്ലയോ യാത്രികരെ, ഇത് കാല് വെച്ച് നടക്കേണ്ട ഭൂമിയല്ല, ഇത് തല വെച്ചു നടക്കേണ്ട ഭൂമിയാണ്. ഹബീബായ തങ്ങൾ ഉമ്മ വെച്ചുറങ്ങുന്ന സ്ഥലമാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാൻ തങ്ങൾക്ക് പേടിയാവുകയാണ്. ഡാൽദേ ഖൽബ് മേ അസമത്തെ മുസ്തഫ സർക്കാർ ദോ ആലം പേ ലാഖോ സലാം. മദീന എന്ന് പറയുന്നത് മുഹിബ്ബീങ്ങളുടെ മനസ്സ് തറച്ചു നിൽക്കുന്ന ഭൂമിയാണ്. മദീനയിൽ പോകുന്ന എല്ലാവർക്കും പച്ചക്കൊപ്പ കാണാം. ഇന്ന് കണ്ടില്ലേ, ആയിരക്കണക്കിന് സന്ദർശകര് വന്ന് പച്ചക്കുപ്പയെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെൽഫി എടുക്കുകയാണ്. ഇന്നാലില്ലാ ओ क्या मर्तबा है तेरा, ओ क्या मर्तबा है तेरा, ओ क्या मर्तबा है तेरा. ആരുടെ മുമ്പിൽ നിന്നിട്ടാണ് നീ സെൽഫി എടുക്കുന്നത്? ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ഒരു കാര്യം ചോദിച്ചാൽ ഹബീബായ തങ്ങളുടെ മുമ്പിൽ സ്വരമുയർന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് 2 പ്രാവശ്യം ചോദിച്ചെങ്കിലല്ലാതെ ശബ്ദം വ്യക്തമായി പുറത്തു വരില്ലായിരുന്നു. അത്രയും വളരെ വിനയത്തോടെ ഉമർ തങ്ങൾ നോക്കിയ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പൊട്ടിക്കരഞ്ഞ് സ്വീകരിച്ച ഹബീബായ തങ്ങളാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ബായാർ തങ്ങൾ പാപ്പ എത്തി. ഇനി ഞാൻ എന്റെ സംസാരം നീട്ടുന്നില്ല. ഇവിടെ ദുആ നടക്കും. ഞാൻ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തുൽ മുനവ്വറയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ പച്ചക്കുബ്ബയുടെ ചാര നിന്ന് സെൽഫി എടുക്കുകയാണ്. അവരറിയുന്നില്ല കൈഫ തർഖാ റുഖിയകൽ അംബിയാ. ഏതൊരു രാജാവിന്റെ ദർബാറിലാണ് നിൽക്കുന്നത്, ഏതൊരു നേതാവിന്റെ ദർബാറിലാണ് നിൽക്കുന്നതെന്ന് അവരറിയുന്നില്ല. കാരണം എന്താണ്? ഇതാരാണ്? ഇവിടെ വിശ്രമിക്കുന്ന രാജാവാരാണ്? ജമീൻ മേ ഓ മുഹമ്മദ് ഹേ وأحمد आसमानों में, जमीन में वो मोहम्मद है, वो अहमद आसमानों में. मदीना राजधानी है तो आलम पर हुकूमत है. വാനലോകത്തിന്റെയും ഭൂമിലോകത്തിന്റെയും കൈകാര്യങ്ങൾ ആലോചിക്കപ്പെടുന്ന മദീനയുടെ ദർബാറിൽ ചെന്ന് ഹബീബായ തങ്ങളുടെ മുവാജഹത്തിൽ നിന്ന് സെൽഫി എടുക്കാൻ ഒരുങ്ങുന്നവരെ ആരാണ് വിശ്രമിക്കുന്നത് ഇവിടെ അറിയുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ ദർബാറിൽ ചെന്നാൽ കാലുറക്കുന്നില്ല എന്റെ പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ. അതുകൊണ്ട് ഹബീബായ മുത്തുനബി തങ്ങളിലേക്ക് ചേരാനുള്ള ഏറ്റവും വലിയ വസീലയാണ് അഹ്ലുബൈത്തിനെ സ്നേഹിച്ച് അവരെ ആദരിച്ച് അവരുടെ കരം കവർന്ന് ചുംബിച്ച് അവരുടെ സദസ്സിൽ ആലു റസൂലില്ലാഹി ആലിം മഖാമുഹും. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ മറ്റെല്ലാ സ്വഹാബത്തിനെയും ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അബ്ബാസ് തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എന്റെ ഹബീബിലേക്ക് ചേരാൻ വേണ്ടിയാണ്. മുത്തുനബി തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? മുത്തുനബി തങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ട ഹഫ്സയെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്?
എനിക്കൊരു നസബും സബബും ഹബീബിലേക്ക് ചേർന്ന് കിട്ടാൻ വേണ്ടിയാണ്. മുറിയാത്ത പരമ്പരയാണ്, മുറിയാത്ത വിജയകാരണമാണ്. നാളെ ഹൗദുകൾ വരെയുണ്ട് നിമിത്തമെന്ന്, ഈ ബന്ധത്തിന്റെ മൂല്യം നാളെ ഹൗദ് വരെയുണ്ടെന്ന് പറഞ്ഞ റിപ്പോർട്ടല്ലേ ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ ഉദ്ധരിക്കുന്നത്. അല്ലാഹു തആല ആ മഹബ്ബത്തിന്റെ ലോകത്ത് ചേർന്ന് അഹ്ലു ബൈത്തിലൂടെ ഹബീബിലേക്ക് ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സദസ്സ് മഹാനരായ സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുപ്പാപ്പയുടെ സന്തോഷം നൽകുന്നൊരു സദസ്സായി നാളെ ജന്നാത്തുൽ നഈമിൽ അവരോടൊപ്പം മുത്തുനബി തങ്ങളുടെ ചാരത്ത് ചേരാൻ പറ്റുന്നൊരു കാരണമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാം ഹബീബായ തങ്ങളുടെ ശരിയായ മുഹിബ്ബീങ്ങളിൽ ആശിഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നമുക്ക് നേതൃത്വം നൽകുന്ന മുഴുവൻ സാദാത്തുക്കൾക്കും, പ്രത്യേകിച്ചും ഇവിടെ ആത്മീയ സദസ്സിന് സാരഥ്യം കൊടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ആദരണീയരായ ബായാർത്ഥങ്ങൾ ഉപ്പാപ്പ അടക്കം, അതിലെല്ലാം ഉപരിയായി പ്രിയമുള്ളവരെ, ഞങ്ങളുടെ കൊല്ലം ഖാദിസിയിൽ എല്ലാ മാസവും രോഗവും ക്ഷീണവുമൊക്കെ മറന്ന് വന്ന് എല്ലാ സദസ്സുകൾക്കും നേതൃത്വം നൽകിയിരുന്ന തങ്ങളുപ്പാപ്പയാണ് ഇവിടെ വിശ്രമിക്കുന്നത്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ മകൻ ഉപ്പ വഫാത്തായ അടുത്ത മാസം മുതൽ ഇക്കഴിഞ്ഞ മാസം വരെയുള്ള എല്ലാ മജ്‌ലിസിലും ഞങ്ങൾക്ക് വന്ന് നേതൃത്വം നൽകുന്നുണ്ട്. ഉപ്പയുടെ ഒരു ശരിയായ വാരിസായി ഒരുപാട് ആളുകളിലേക്ക് വെളിച്ചം നൽകാൻ ആ പ്രിയപ്പെട്ട പുത്രൻ നമ്മുടെ നേതൃത്വമായ ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങൾ ഉപ്പാപ്പയ്ക്കും അല്ലാഹു തആല ഒരുപാട് ഇസ്സത്തും തൗഫീഖും നൽകുമാറാകട്ടെ. അവരുടെ കൂടെ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ സാധുക്കളായ നമുക്കും അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. അല്ലാഹ്, ഞങ്ങൾ അഹ്ലുൽ ബൈത്തിന്റെ പാശം പിടിച്ച് ഞങ്ങളുടെ ഹബീബിലേക്ക് ചേർന്ന് ഞങ്ങൾക്കുള്ള സയ്യിദുൽ വസീലയെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ മഹബ്ബത്ത് ഹബീബിലേക്ക് ശരിയായ അർത്ഥത്തിൽ ഖൽബിലൊന്ന് നിറച്ചു തരണം അല്ലാഹ്. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്പസമയം ഞാൻ പറഞ്ഞത് നിർത്താൻ വേണ്ടിയിട്ട് മാത്രം മുബീങ്ങിലെത്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ എല്ലാവരും പൊരുത്തപ്പെടണം, എല്ലാവരും ദുആ ചെയ്യണം. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.